എല്ലാവർക്കും മല്ലൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവമായ വിലായത്പൂർ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഗെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ വർഷമാണ് സിനിമ ഇറങ്ങിയത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഒരുപാട് പേര് കാത്തിരിക്കുന്ന സിനിമയാണ് ഗെറ്റ് ബേബി. നല്ലൊരു ഫാമിലി കോമഡി മൂവിയാണ്. ഉണ്ണിമുകുന്ദൻ, നിഖില വിമലാണ് ഗെറ്റ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമാക്സ് സിനിമയുടെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ മാസം ലാസ്റ്റ് ആയിരിക്കും ഗെറ്റ് ബേബിയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ദുരന്തർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. 1000 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയാണ് ദുരന്തർ. നെറ്റ്ഫ്ലിക്സ് ആണ് സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി മാസം 30-ന് ദുരന്തർ സിനിമ OTT റിലീസ് ചെയ്യും. നൈറ്റ് റൈഡേഴ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് പരാജയപ്പെട്ട സിനിമയാണ് നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴിതാ മനോരമാക്സ് ആണ് നൈറ്റ് റൈഡേഴ്സിൻ്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ജനുവരി മാസം ലാസ്റ്റ് വീക്കിലാണ് OTT റിലീസ്. ഒരു അപ്ഡേറ്റ് ബൾട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക്ക് നായകന സിനിമയായിരുന്നു ബൾട്ടി. സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. പക്ഷേ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബൾട്ടി. ഒരുപാട് സീനിയർ താരങ്ങൾ നല്ല അഭിപ്രായമാണ് ബൾട്ടിക്കെതിരെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമ തമിഴിലും റിലീസാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈമിലാണ് ബൾട്ടി സിനിമ റിലീസിനെത്തുന്നത്. ഫെബ്രുവരി മാസത്തിലായിരിക്കും ബൾട്ടി സിനിമ വരുന്നതെന്നാണ് റിപ്പോർട്ട്. DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ത്രില്ലർ സിനിമയായിരുന്നു DNA. അസ്കർ, അന്ന റെജി, റായലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ മനോരമാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ മാസം തന്നെ OTT റിലീസ് ചെയ്തു. അടുത്തൊരു അപ്ഡേറ്റ് വേല എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഷെയ്നിക്ക് നായകനായ സിനിമയാണ് വേല. കുറേ കാലമായി സിനിമ റിലീസായിട്ട് ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. നല്ലൊരു ത്രില്ലർ സിനിമ. ഇപ്പോഴിതാ മനോരമാക്സിൽ വേല സിനിമ റിലീസിനെത്തുകയാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കോടുകൂടി വേല സിനിമ മനോരമാക്സിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത് ബുദ്ധ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. പൃഥ്വിരാജ് നായകന സിനിമയായിരുന്നു വിലായത് ബുദ്ധ. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടതുകൊണ്ട് OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. നല്ല പ്രതീക്ഷയോടെയാണ് ബുദ്ധ വന്നത്. എന്നാൽ ആർക്കും തന്നെ സിനിമ ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാറിലാണ് വിലായത് ബുദ്ധ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. സിനിമ റിലീസിന് മുന്നേ തന്നെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളതാണ്. ജനുവരി മാസം ലാസ്റ്റ് വീക്കിൽ വിലായത് ബുദ്ധ ഹോട്ട്സ്റ്റാറിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പുണ്യാളൻ. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പുണ്യാളൻ നേടിയെടുത്തത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകൻ ഇവരാണ് പുണ്യാള സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമാക്സ് ആണ് പുണ്യാള സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് തേരെ ഇഷ്ക് മേ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധനുഷ് നായകനായ ഹിന്ദി സിനിമയാണ് തേരെ ഇഷ്ക് മേ. നല്ല കളക്ഷനാണ് സിനിമ നേടിയെടുത്തത്. തിയേറ്ററുകളിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് OTT റിലീസ്. ജനുവരി മാസം 23-ന് തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് സർവമായ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നിവിൻ പോളി നായകന സിനിമയാണ് സർവമായ. സിനിമ ഇതിനോടകം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചു. അത്രയ്ക്കും സിനിമ ഹിറ്റായി. നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് സർവമായ. എന്നിട്ട് സിനിമ 100 കോടി ക്ലബിൽ ഇടം പിടിച്ചുവെങ്കിൽ അത്രയ്ക്കും ഫാൻസ് നിവിൻ പോളിക്ക് ഉണ്ടെന്നാണ് അർത്ഥം. നിവിൻ പോളിയുടെ ഒരു തിരിച്ചറിവ് തന്നെയായിരുന്നു സർവമായ. സിനിമ ഇപ്പോഴും തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ സർവമായ റെക്കോർഡ് തുകയ്ക്കാണ് OTTയിൽ പോയിരിക്കുന്നത്. ആമസോൺ പ്രൈമാണ് സർവമായയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ എന്തായാലും ജനുവരി മാസം ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരമായിട്ടായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പ് ആയാലും OTTയിൽ ഒരു വട്ടം കാണാനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ സിനിമയായിട്ടും OTTയിൽ ബസൂക്ക വരുന്നില്ല. നേരത്തെ ചില റിപ്പോർട്ടുകൾ പ്രകാരം C5 ആയിരുന്നു OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷേ ഇത്രയും കാലമായിട്ട് C5ഉം റിലീസാക്കിയിട്ടില്ല. ഇതിനർത്ഥം C5 വാങ്ങിച്ചിട്ടില്ലെന്ന് തന്നെയാണ്. പുതിയൊരു OTT പ്ലാറ്റ്ഫോം ബസൂക്കയുമായിട്ട് ഡീൽ നടത്തുന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരു പക്ഷേ ജിയോ ഹോട്ട്സ്റ്റാറിലായിരിക്കും ബസൂക്ക സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത്തരം OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.